നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ട സവോള, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, സ്പൈസസ് ഇത്രയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടാക്കി നമ്മൾ സ്പൈസസ് അതിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക് കൂടി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് വഴഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് സവാള ഇടുന്നുണ്ട്. സവാള നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം പച്ചമുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ മസാലകൾ ഇടുവാണ്. ഗരം മസാല ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ചില്ലി പൗഡർ ഇടുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ആ പൊടിയും വഴറ്റിയിട്ടുണ്ട്. വഴറ്റി അതിൻ്റെ ഒരു പച്ച മണം അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് വേവിക്കാൻ വേണ്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരുത്തേക്ക് നമുക്കൊരു തേങ്ങ എടുക്കണം. തേങ്ങ എടുത്ത് അതിൻ്റെ പകുതി ഭാഗം നമുക്ക് ചിരണ്ടി എടുക്കണം കേട്ടോ. ചിരണ്ടി എടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് വറുത്തെടുത്ത് ഇത് കറിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച് മഞ്ഞളും കറിവേപ്പിലയും ചേർത്ത് വേവിച്ച് വെച്ച് നമ്മുടെ കപ്പ എടുക്കുന്നുണ്ട്. കപ്പ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി താളിച്ചത് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ.